അസ്സലാമലൈക്കും, നമസ്കാരം. ഒരു വീട് നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ആ വീട് 2 നിലയിലാവണമെന്നോ അല്ലെങ്കിൽ ഒത്തിരി ആഡംബരത്തോട് കൂടിയിട്ടൊക്കെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഒരു കുഞ്ഞു വീടാണെങ്കിലും ഒത്തിരി മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കാൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കന്മനത്തുള്ള അസ്ന നസറു ദമ്പതികളുടെ ഒരു കുഞ്ഞു സ്വർഗത്തിലാണ്. വെറും 16.5 ലക്ഷം രൂപക്ക് 980 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹരമായ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അപ്പൊ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്. വെറും 5 സെന്റ് സ്ഥലത്ത് ഏതൊരാൾക്കും നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ ചെലവ് കുറച്ചിട്ടാണ് കേട്ടോ ഈ വീട് മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 980 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ നോക്കിയാൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ വരുന്ന ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ കൊടുത്തിട്ടുള്ള ലൈറ്റ്സ് ആണ് കേട്ടോ. നൈറ്റിലെ വ്യൂവും കിടിലൻ തന്നെയാണ്. വീടിന്റെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യത്തിന് മുറ്റൊക്കെ വരുന്നുണ്ട്. ബേബി മെറ്റൽ ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇവിടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് വലതുവശത്തായിട്ടാണ് നമ്മുടെ കാർപോച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഓപ്പൺ ആയിട്ട് വരുന്ന കാർപോച്ചാണ്. കാർപോച്ചിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ട് ഒരു ക്ലാഡിംഗ് സ്റ്റോൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാർപോച്ചിന്റെ മുകളിലായിട്ട് ഒരു സ്പോക്ക് ലൈറ്റും കൂടാതെ സീലിംഗിലായിട്ടൊക്കെ LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ഇനി നമുക്ക് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിലായിട്ട് നീളത്തിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ സ്റ്റെപ്പിന്റെ ഈ അരികെ വശത്തായിട്ട് തന്നെ നല്ല ഭംഗിയിലുള്ള 2 പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് വരുന്നത്. വളരെ സൗകര്യത്തിൽ ചെയ്തിട്ടുള്ള ഈ സിറ്റ് ഔട്ടിന്റെ സൈസ് വരുന്നത് 310x170 ആണ് കേട്ടോ. സിറ്റ് ഔട്ടിലെ ഫ്ലോറിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു തരം മാർബോണേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇത് ഈ ഇടതുവശത്തായിട്ട് തന്നെ L ഷേപ്പിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഭാഗത്ത് കാണുന്ന ആ ഒരു വോളിലായിട്ട് നമ്മൾ കാർപോച്ചിന്റെ പില്ലറിൽ കണ്ടില്ലേ, ആ ഒരു ഗ്രേ കളറിൽ വരുന്ന ക്ലാഡിംഗ് സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആ വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു സ്പോക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സിറ്റിംഗ് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ബേസിൽ കൊടുത്തിട്ടുള്ളത്. അരിക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നല്ല ഭംഗിയിൽ 2 ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളായിട്ട് 2 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ കയറി വരുമ്പോഴത്തേ ഈ ഒരു ഭാഗത്തായിട്ടും ഒരു പില്ലർ കൊടുത്തിട്ട് അവിടെയും ചെറിയൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ LED ലൈറ്റ്സ് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ലൈറ്റിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കൂടാതെ നമ്മൾ സ്റ്റെപ്പ് വരുന്നില്ലേ, അതിന് നേരെ മുകളിലുള്ള ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയും ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഡോറിന്റെ മുകളിലായിട്ട് ഇതാ മാഷാ അല്ലാഹ് എന്ന് എഴുതിയ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയിൽ ഒരു സിമ്പിൾ ഡിസൈനിലാണ് വരുന്നത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് കയറിയാൽ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് വരുന്നത്. 310x502 സൈസിലാണ് കേട്ടോ ഈ ഒരു ഹോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹോളില് ലിവിങ് ഡൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടാ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് വരുന്നത്. അവിടുത്തെ വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ നല്ലൊരു ഡിസൈനിലാണ് വരുന്നത്. കൂടാതെ LED ലൈറ്റ്സ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നല്ല ഭംഗിയിലുള്ള കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മുടെ ലിവിങ്ങിന്റെ സ്പേസ് ആണെങ്കിലും അവിടെ ഫർണിച്ചേഴ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലേ.
നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം മാർബോണേറ്റ് ആണ് കേട്ടോ ഇവിടെ ഹാളിലും കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ടേബിളിലേക്ക് വരുമ്പോൾ ഇവിടെ ടേബിൾ ടോപ്പിലായിട്ട് നല്ല ഭംഗിയിൽ നല്ലൊരു ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ടേബിൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ചെയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലൊരു ഡിസൈനിൽ വരുന്ന വുഡിന്റെ ചെയേഴ്സ് ആണേ. ഇനി നമ്മുടെ ടേബിളിന് നേരെ ഭാഗത്തുള്ള വോളിലായിട്ട് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. അതിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയ ആണ് കേട്ടോ ഇത്. പക്ഷെ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ സ്ക്വയറിൽ ഒരു മിററാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ വാഷ് ബേസിലേക്ക് വരുമ്പോൾ ഒരു വൈറ്റ് കളറിൽ അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ആണ്. താഴ്ഭാഗത്തായിട്ട് ഒരു വുഡൻ ബ്ലാക്ക് കളർ തീമിൽ നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞു ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഹോളിലെ സീലിംഗിലേക്ക് വരുമ്പോൾ അവിടെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ലൈറ്റ്സ് നല്ല ഭംഗിയിട്ടോ കാണാൻ. കൂടാതെ നമ്മളിത് നേരെ വരുമ്പോൾ ഇവിടെ ഫോയറിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യമായിട്ട് ഒരു ഡിസൈനിങ് വരുന്നില്ലെങ്കിലും ഈ ലൈറ്റ്സ് അടിപൊളിയാണ് കേട്ടോ. കൂടാതെ ആ വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ക്ലോക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ആ നേരെ കാണുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂം ആണ്. ഇവിടെ ടോട്ടൽ 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. കൂടാതെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഹോളിലെ കോമൺ ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമ്മൾ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ ഷോവാളിലായിട്ടും അതുപോലെ ഫ്ലോറിലായിട്ടും ഒരു തരം ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ മറുവശത്തെ വോളിലൊക്കെ ആയിട്ട് വൈറ്റ് കളറിലാണ് വരുന്നത്. ഫുള്ളായിട്ട് ടൈൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. 175 140 ആണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ്. ഇനി നമുക്ക് അതിന് തൊട്ടടുത്തുള്ള ഈ ബെഡ്റൂം നോക്കാവേ. 300 330 സൈസിൽ വളരെ ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ചുമരിനോട് ചാരി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടിന്റെ ഹെഡ് റെസ്റ്റിന്റെ ഭാഗമൊക്കെ വന്നിട്ട് സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ ആണ്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടാ. കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. കൂടാതെ മറുവശത്തെ വോളിലായിട്ട് നോക്കിയാൽ ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. 2 വിൻഡോസിലായാലും കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളറിൽ സിമ്പിൾ ആയിട്ട് എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലമാരനാണ് കേട്ടോ. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് നോക്കിയാൽ ഇതുപോലൊരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കാണാം. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വാൾഡ്രോബിനായിട്ടുള്ള ഒരു സ്പേസ് വോളിൽ കൊടുത്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടാ. ഇനി നമ്മൾ ഹോളിൽ തന്നെ വന്നാൽ ഇതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ ഒക്കെ വരുന്നത്. കൂടാതെ ഇനി നമ്മൾ ഈ സ്റ്റെയർ കേസിനോട് ചേർന്ന് നമ്മുടെ വാഷ് ബേസ് ഒക്കെ വരുന്നില്ലേ, അവിടുന്ന് ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മുടെ 2ാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ 310 300 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. ഇനി കോട്ടിന്റെ നേരെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ മറുവശത്തെ വോളിലായിട്ടും 3 ഡോർ വിൻഡോ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇവിടെയും കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇനി കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് വാളിലായിട്ട് വാൾഡ്രോബിനുള്ള സ്പേസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ റൂമിലെ ബാത്റൂം വരുന്നത്. ഈ റൂമിലില്ലേ സ്റ്റോറേജ് സ്പേസിന് വേണ്ടിയിട്ട് ഇതുപോലെ റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുത്തെ ബാത്റൂം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറിലായിട്ടും അതുപോലെ തന്നെ ഷോവാളിലായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത്. കൂടാതെ മറ്റ് 2 വശത്തെ വോളിലായിട്ടും വൈറ്റ് കളറിലാണ് വരുന്നത്. ഫുള്ളായിട്ട് ടൈല് കൊടുത്തിട്ടാണ്. 180 120 ആണ് കേട്ടോ ഈ ബാത്റൂമിന്റെ സൈസ്. ഇനി നമ്മൾ ഹോളിൽ തന്നെ വന്നിട്ട് നമ്മുടെ സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റു ഭാഗത്തൊക്കെ ആയിട്ട് മാർബോണൈറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്നുണ്ട് കേട്ടോ. ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടില്ലേ. ഇവിടെ താഴ്ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കുവാണേ. ഇനി നമുക്ക് കിച്ചൺ നോക്കല്ലേ. നമ്മൾ കിച്ചണിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഈ വീട് മൊത്തത്തിൽ ഒരു സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഇനി നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ 410 360 സൈസിലാണ് കേട്ടോ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ സൗകര്യത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കിച്ചണിലെ ഫ്ലോറിലായിട്ട് ഒരു തരം മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്.
നമ്മളിവിടെ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തെ വോളിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വാളിലായിട്ട് മൊത്തത്തിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഭാഗത്തെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡോറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടാണ് സിങ്കിന്റെ ഒക്കെ സ്പേസ് വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ സിങ്ക് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളിയ രീതിയിലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് തന്നെയാണ് കേട്ടോ പാത്ര സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അതിന് തൊട്ടടുത്ത് ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ ഒരു സി ടൈപ്പിൽ ഇവിടെ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു അരിക്കായിട്ടാണ് നമ്മുടെ ഈസി കുക്ക് വെച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സൗകര്യത്തിലാണ് കേട്ടോ ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുപ്പിന് താഴ്ഭാഗത്തായിട്ട് തന്നെ ഇതുപോലെ വിറക് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഈ റാക്കിന്റെ താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കബോർഡ്സ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലേ. കൂടാതെ ഇവിടെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ 3 ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇത് ഈ 2 വശത്തെ വോളിലായിട്ട് മുകളിലായിട്ട് ഒരു റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിനോടൊക്കെ ചേർന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ റൂമിന് ഡോർ കൊടുത്തിട്ടില്ല കേട്ടാ. ഒത്തിരി ഐറ്റംസ് കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് 170x110 ആണ് കേട്ടാ. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട. ഒപ്പം നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.